കൂട്ടുകാരെ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു 3 പീസ് നൈറ്റിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ 3 പീസ് നൈറ്റിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ചെറിയൊരു അളവ് വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തയ്യൽ പഠിക്കുന്നവരാണെങ്കിൽ വലിയ വിലയുടെ നൈറ്റി പീസ് ഒന്നും എടുക്കേണ്ട, കുറഞ്ഞ വിലയുടെ നൈറ്റി പീസൊക്കെ എടുത്താൽ മതിയായിരിക്കും. അങ്ങനെ തയ്ച്ച് പഠിക്കുന്നതിന് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ തുണി അകമ്പുറം തിരിച്ച് അകത്താണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ തുണി നമ്മൾ 2ആയിട്ട് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ടതിന് ശേഷം 4ആയിട്ടല്ലേ നമ്മൾ തുണി കട്ട് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ ആ തുണി മടക്കിയിട്ടിട്ടുണ്ട്. നമ്മളിവിടെ ചെസ്റ്റ് സൈസ് എന്ന് പറയുമ്പോൾ 38 ഇഞ്ച് ചെസ്റ്റ് സൈസിനാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചാണ് നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡറിൽ നിന്ന് നേരെ താഴത്തോട്ട് നമ്മൾ വീണ്ടും ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതായത് കൈക്കുഴിയുടെ ഒരു ഏകദേശം അളവാണ് 7 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഏകദേശം 38 ചെസ്റ്റ് സൈസ് വരെ ഉള്ളവർക്ക് ഈ ഒരു അളവ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. 32ന്റെ താഴത്തോട്ടൊക്കെയാണ് ഷോൾഡർ നമുക്ക് 6.5 ഇഞ്ചൊക്കെ എടുത്തതിന് ശേഷം അടിയിലോട്ട് നമുക്കൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഷോൾഡർ എത്രയാണോ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ അടിയിലോട്ട് മാർക്ക് ചെയ്യണം. ഇനി നമ്മൾ സ്ലീവിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ഇറക്കം ഞാനിവിടെ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ചോക്കിന് വലിയ കളർ ഇല്ലാത്തതുകൊണ്ടാകട്ടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഇറക്കം 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 8 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് നമ്മൾ നേരെ താഴത്തോട്ട് വീണ്ടും ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ശ്രദ്ധിക്കണം, നമ്മൾ 7 ഇഞ്ച് ആദ്യമേ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തപ്പോൾ 7 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ സ്ലീവിന് നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തപ്പോൾ അവിടുന്ന് നേരെ താഴത്തോട്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. കണ്ടല്ലോ, നമ്മൾ ആ സ്ലീവിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തതിൽ 8 ഇഞ്ച്, അതിൽ നിന്ന് നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 3.5 ഇഞ്ച് ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഏറ്റവും അടിയിലോട്ട് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, 38 ചെസ്റ്റ് സൈസ് വരെയുള്ളവർ കാര്യം മാത്രമാണ് ഞാനീ പറയുന്നത്. 8 ഇഞ്ച് ഇപ്പോൾ മാർക്ക് ചെയ്തില്ല, 3.5 ഇഞ്ച് മാർക്ക് ചെയ്തത്. അതിനുശേഷം നമ്മൾ ആ 8 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും നമ്മൾ സ്ലീവിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തതിൽ 8 ഇഞ്ച് ആ ഒരു പോയിന്റിലോട്ട് ഇതുപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്യണം. അതായത് ഞാനിത് കാണിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി ബ്ലറാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 2 വട്ടം കണ്ടു നോക്കിയതിന് ശേഷം ചെയ്താൽ മതിയായിരിക്കും. ഇനി നമ്മൾ സ്ലീവിൻ്റെ വണ്ണമാണ് മാർക്ക് ചെയ്യുന്നത്. സ്ലീവിൻ്റെ വണ്ണവും അതുപോലെ തന്നെ ലൂസും കൂടെ കൂട്ടിയിട്ട് നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 7 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അതായത് 8 ഇഞ്ച് ഇറക്കത്തിൽ ആ ഒരു പോയിന്റിലോട്ട് ഇതുപോലെ നമ്മൾ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്ലീവ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ യോക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത്. യോക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഒരുപാട് ഹൈറ്റ് ഉള്ളവരൊക്കെയാണ് 11, 12 ഇഞ്ച്, അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കല്ല. അപ്പോൾ ഇപ്പം നമ്മളിവിടെ 10 ഇഞ്ചാണ് എടുക്കുന്നത്. ആ 10 ഇഞ്ചിലോട്ട് ഇതുപോലെ നമ്മൾ സ്കെയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ചെരിച്ച് മാർക്ക് ചെയ്യണം. എവിടുന്നാണ് മാർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് കൈ സ്ലീവ് അടയാളപ്പെടുത്തിയപ്പോൾ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, 3.5 ഇഞ്ചിൽ നിന്ന് അടിയിലോട്ട് 8 ഇഞ്ച്, ആ 8 ഇഞ്ചിൽ നിന്നാണ് നമ്മൾ 10 ഇഞ്ചിലോട്ട് ചെരിച്ച് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം 1.5 ഇഞ്ച് ചെരിച്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടുത്തെ ഈ ഒരു അളവുണ്ടല്ലോ ഞാൻ ഈ കാണിക്കുന്നത്, ഇത് നമുക്കിപ്പം ഏകദേശം 4 3.25 അളവാണ്. ആ സെയിം അളവ് എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരളവ് നമ്മൾ 1.5 ഇഞ്ച് താഴത്തോട്ട് ചെരിച്ച് മാർക്ക് ചെയ്തല്ലോ, ആ ഒരു അളവിലോട്ട് നമ്മുടെ ടേപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതായത് നമുക്ക് അവിടെ എത്രയാണോ കിട്ടിയത്, അപ്പോൾ 3.25 നമുക്ക് കിട്ടിയത്, ആ സെയിം 3.25 നമ്മൾ ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്യണം. അതായത് 1.5 ഇഞ്ചിൽ നമ്മൾ ടേപ്പ് 3.25 വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമാണ് ചെരിച്ച് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ അത്രയേ ഉള്ളൂ. നമ്മൾ സ്ലീവ് വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ യോക്കിൻ്റെ പാർട്ടും കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ യോക്കിൻ്റെ പാർട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ ഒരു 3.25 ചെരിച്ച് മാർക്ക് ചെയ്തല്ലോ, ഒരു 1.5 ഇഞ്ച് താഴ്ത്തി, അതും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയൊരു കട്ടിങ് നിങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെ കട്ടിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. ആ ഒരു ഭാഗം നമുക്ക് തയ്ക്കാൻ നേരത്തെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ സെൻറ്റർ പോയിന്റിൽ നമ്മൾ കട്ടിങ് കൊടുക്കണം. അപ്പം നമുക്ക് എളുപ്പമുണ്ട് പ്ലീറ്റ്സ് ഒക്കെ എടുക്കാനായിട്ട്. ഇനി നമ്മൾ യോക്കിൻ്റെ പാർട്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുപോലല്ലേ വെച്ച് കട്ട് ചെയ്ത്, ഇനി നമ്മളത് 2ആയിട്ട് മാറ്റണം. ആദ്യത്തെ ഒരു പീസ് നമ്മൾ ഇതുപോലെ 2ആയിട്ട് മടക്കിയിടണം. ഒരു പീസ് ഇപ്പോൾ ഫ്രണ്ട് പാർട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യമേ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഏറ്റവും അടിയിലോട്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ നമ്മുടെ യോക്കിൻ്റെ ഏറ്റവും അടിഭാഗത്തോട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്യണം. ഇപ്പോൾ ചോക്കിന് കളർ തീരെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും വരച്ച് കാണിക്കുന്നത്. അതിനുശേഷം നമുക്കതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിക്കളയാം. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിക്കളയുമ്പോൾ ഇതുപോലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ കഴുത്തിൻ്റെ വിരിവാണ് മാർക്ക് ചെയ്യുന്നത്. കഴുത്തിൻ്റെ വിരിവെന്ന് പറയുന്നത് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കഴുത്തിന് വിരിവ് ഇഷ്ടമുള്ളവരൊക്കെയാണ് 3.5 ഇഞ്ച് 4 ഇഞ്ചൊക്കെ എടുക്കാമെന്നാണ്. അപ്പോൾ നമ്മളിവിടെ 3 ഇഞ്ചാണ്
3 ഇഞ്ചാണ് എടുക്കുന്നത്. ശ്രദ്ധിക്കണം, 3 ഇഞ്ച്. ഫ്രണ്ടിലെ കഴുത്തെന്ന് പറയുന്ന കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്ന 6 ഇഞ്ചാണ്. അത് ഞാൻ പറഞ്ഞു ഇഷ്ടത്തിന് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. അപ്പം നമ്മൾ ഫ്രണ്ടിൽ ഇറക്കം എന്ന് പറയുന്ന 6 ഇഞ്ചാണ്. അത് നമുക്ക് ഇതുപോലെ ബോക്സ് പോലെ വരച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ ചുരിദാറിനൊക്കെ ചെയ്യത്തില്ല, അതുപോലെ തന്നെ നമ്മൾ 3 ഇഞ്ച് വിരിവിൽ 6 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ കഴുത്ത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ജസ്റ്റ് ബോക്സ് പോലെ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ ബോക്സ് പോലെ വരച്ചല്ലോ, ആ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡിൽ നിന്ന് മുകളിലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. ശ്രദ്ധിക്കണം, 1 ഇഞ്ച്. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ കാണിച്ചതിൻ്റെ അകത്ത് 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു ഇതുപോലെ ഒന്നും കൂടെ നേരെ ഒന്ന് വരയ്ക്കണം. കാരണം നമ്മൾ ഈ സൈഡിലോട്ട് ഒരു 1.5 ഇഞ്ച് നമ്മൾ വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം ആ 3 പീസിൽ ഒരു പീസിൻ്റെ അളവ് നമ്മൾ, അതായത് നടുക്കത്തെ പീസ് കട്ട് ചെയ്യുന്ന അളവാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ മുകളിലോട്ട് 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തല്ലോ, ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പ് ഈ ഒരു രീതിയിൽ വരച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വരച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയായിരിക്കും. ഇനി അളന്ന് നോക്കണം. ഇപ്പോൾ 4 ഇഞ്ചാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആ നടുക്കത്തെ പീസ് ചുറ്റും അളന്ന് നോക്കണം. 4 ഇഞ്ച് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് 4 ഇഞ്ച് തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലാണ് കിട്ടുന്നത്. ഇതാണ് നമുക്ക് നമ്മുടെ 3 പീസ് എന്ന് പറയുന്നത്. കണ്ടില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് അളവൊന്നുമില്ല. തുടക്കക്കാർക്ക് പോലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് തയ്ക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ നടുക്കത്തെ കഴുത്തിൻ്റെ ഭാഗം മാറ്റി വെച്ചതാണ്, നമുക്ക് ക്രോസ് പീസിന് ഉപകാരപ്പെടും. ഇനി നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ 2ആയിട്ട് തന്നെ നമ്മുടെ തുണി മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം കഴുത്തിൻ്റെ വിരിവെന്ന് പറയുന്ന 3 ഇഞ്ചാണ് നമ്മൾ വെക്കുന്നത്. കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്ന 3.5 ഇഞ്ച്. ഒരുപാട് കഴുത്തിൻ്റെ ഇറക്കം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. 3.5 ഇഞ്ച് ഇറക്കം വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിൽ കഴുത്ത് നമ്മൾ റൗണ്ട് നെക്കുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കർവ് സ്കെയിൽ ഉപയോഗിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ റൗണ്ടിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു പീസ് കഴുത്തിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തപ്പോൾ കഴുത്ത് മാറ്റി വെച്ചല്ലോ, കഴുത്ത് കട്ട് ചെയ്തതിൻ്റെ മിച്ചം തുണി അത് വെച്ച് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പീസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്തില്ലേ. ഇനി അടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസുകളില്ലേ, 3 പീസ്, അത് നമ്മളൊരു ലൈനിങ് പീസ് എടുത്ത് കൊടുത്താൽ മിച്ചം വന്ന ലൈനിങ് തുണിയൊക്കെ മതി. കാരണം ലൈനിങ് തുണി പുതിയതാണല്ലോ. അപ്പോൾ സാധാരണ മിച്ചം തുണി ഇതുപോലെ നമ്മൾ തയ്യക്കാരൊക്കെ തയ്ക്കുന്നത് എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ അതുപോലത്തെ ആ ലൈനിങ്ങിൻ്റെ മിച്ചം തുണി എടുത്തതിന് ശേഷം നമ്മൾ ആ 3 പീസ് കറക്റ്റ് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇച്ചിരി കൂടുതൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം തയ്ക്കുന്ന അനുസരിച്ച് നമുക്ക് തുള്ളിയുടെ അളവിൽ വ്യത്യാസം വരും. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അവസാനം കട്ട് ചെയ്താൽ മതിയല്ലോ. അടുത്തത് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പീസ് എന്ന് പറയുന്നത് നമ്മൾ യോക്കിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ അവിടെ കഴുത്തിൻ്റെ ഭാഗം വെട്ടിക്കളഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു പീസാണ് ഞാൻ ഇതിന് മുന്നേ കാണിച്ചായിരുന്നു. ആ ഒരു പീസ് നമ്മൾ ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലൈനിങ് അത്യാവശ്യം ചേരുന്ന രീതിയിലുള്ള ഒരു ലൈനിങ് എടുത്താലും മതി. അത് ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് ബാക്കിൽ പിടിപ്പിച്ച് കൊടുത്താൽ മതി. ബാക്കി മാത്രം മതി ക്രോസ് പീസ്. അപ്പോൾ ഒരുപാട് അളവിൻ്റെ ഒന്നും ആവശ്യമില്ല, 2-3 പീസിൻ്റെ കാര്യമോ. അപ്പോൾ കട്ടിങ് വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വളരെ സിമ്പിളാണ്, കട്ട് ചെയ്യുമ്പോഴത്തേക്ക് പാടൊന്നുമില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന്. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.